നമസ്കാരം. നമ്മളിലും നമുക്ക് ചുറ്റും ദൈവാനുഗ്രഹം നിലനിൽക്കുന്നതാണ്. നമുക്ക് ചുറ്റും വന്നു ചേരുന്നതായ മാറ്റങ്ങളെ, അത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവായ മാറ്റങ്ങളെ പെട്ടെന്ന് തന്നെ നാം തിരിച്ചറിയണം എന്നില്ല. എന്നാൽ നമുക്ക് ചുറ്റും വളരുന്നതായ ചില സസ്യങ്ങളാൽ ഇവ തിരിച്ചറിയുവാൻ സാധിക്കുന്നതുമാണ്. ചില വീടുകളിൽ മാത്രം ചില സസ്യങ്ങൾ വളരുന്നതാകുന്നു. മറ്റുള്ളവർ എത്ര ശ്രമിച്ചാലും അവ വളരണം എന്നില്ല. ഇതിനാൽ ആ വീടുകളിൽ ചില പ്രത്യേകതകൾ ഉണ്ടാകുന്നതുമാണ്. ദൈവാനുഗ്രഹമുള്ള വീടുകളിൽ മാത്രം വളരുന്നതായ ചില സസ്യങ്ങളെ കുറിച്ച് വൃക്ഷശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇവ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഞവര, പനിക്കൂർക്ക, ഞവര എന്നിങ്ങനെ വിവിധ പേരുകളിൽ പല നാടുകളിലും അറിയപ്പെടുന്നതായ ഒരു സസ്യമാണ് ഇത്. ഏറെ ഔഷധമൂല്യമുള്ള സസ്യം തന്നെയാണ് ഇവ വീടുകളിൽ വളരുന്നത് മഹാഭാഗ്യമാണ് എന്ന കാര്യം ഏവരും അറിയുക. എല്ലാ വീടുകളിലും വളരാത്തതായ സസ്യം എന്ന പ്രത്യേകതയും ഈ സസ്യത്തിനുണ്ട്. ഇവ വീടുകളിൽ പെട്ടെന്ന് വളരുന്നു എങ്കിൽ അത് നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു എങ്കിൽ മാത്രമാണ് ഈ ചെടി പെട്ടെന്ന് വളരുക. അതിനാൽ തന്നെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം, ചെറുതോ വലുതോ ആകാം. അത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഇവയെ കണ്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് കറ്റാർ വാഴയാണ്. എല്ലാ വീടുകളിലും കറ്റാർ വാഴ വളരണം എന്നില്ല. ഈശ്വരാനുഗ്രഹം അഥവാ ദൈവാനുഗ്രഹമുണ്ട് എങ്കിൽ മാത്രം ആ വീടുകളിൽ വളരുന്നതായ സസ്യമാണ് കറ്റാർ വാഴ. പ്രത്യേകിച്ചും ഇവ പൂവിടുന്നത് അത്തരം വീടുകളിൽ മാത്രം നെഗറ്റീവ് ഊർജം കുറഞ്ഞതിൻ്റെയും പോസിറ്റീവായ ഊർജം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിൻ്റെ അഥവാ നിറയുന്നതിൻ്റെ സൂചനയാകുന്നു. വീടിന്റെ മുൻവശത്തായി അതിനാൽ ഇവ നടുകയാണ് എങ്കിൽ, നിങ്ങൾ നട്ടു വളർത്തുകയും ശരിയായ രീതിയിൽ പരിപാലിക്കുക കൂടി ചെയ്യുകയാണ് എങ്കിൽ അത് ആ വീടുകൾക്ക് സൗഭാഗ്യം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. മറ്റൊന്ന് തുളസിയാകുന്നു. ലക്ഷ്മി പ്രീതികരമാണ് തുളസി. അതിനാൽ തന്നെ ഒരു തുളസിയെങ്കിലും വീടുകളിൽ അനിവാര്യമാണ്. ചില വീടുകളിൽ എന്നാൽ ഇവ ധാരാളമായി കാണുന്നതുമാണ്. അതായത് കാട് പോലെ ധാരാളം തുളസി വളരുന്നതാകുന്നു. ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. എന്നാൽ ജീവിതത്തിൽ ദുരിതങ്ങൾ വരുന്നതിന് മുൻപായി ഇവ മുരടിക്കുന്നതുമാണ്. അല്ലെങ്കിൽ എത്ര തന്നെ ജലം നിങ്ങൾ ഒഴിച്ചാലും ഈ ചെടി ഉണങ്ങി പോകുന്നതുമാണ്. ഇതിനാൽ തന്നെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ, ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ സൂചനയാകുന്നു. എന്നാൽ ധാരാളമായി വളരുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും പറിച്ചു കളയരുത് എന്ന കാര്യം ഓർക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഈശ്വരാധീനം കുറയുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ ഒരിടത്ത് മാത്രം ധാരാളം വളരുന്നു എങ്കിൽ അത് പറിച്ച് മറ്റൊരു ഭാഗത്ത് നടാവുന്നതാണ്. അതിൽ തെറ്റില്ല. എന്നാൽ പറിച്ച് കളയുന്നത് ശുഭമല്ല എന്ന കാര്യം ഓർക്കുക. മറ്റൊന്ന് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം 2 തരത്തിലുണ്ട്, നീല അല്ലെങ്കിൽ വെള്ള. ഈ 2 ശംഖുപുഷ്പങ്ങളും വീടുകളിൽ നിൽക്കുന്നത് ശുഭകരമാണ്. സകല ദേവതാ പ്രീതിയും നൽകുന്നതായ പുഷ്പം എന്ന പ്രത്യേകത ശംഖുപുഷ്പത്തിനുണ്ട്. എന്നാൽ എല്ലായിടത്തും ശംഖുപുഷ്പം വളരില്ല എന്നതാണ് വാസ്തവം. വളരുന്ന വീടുകളിൽ ദൈവാനുഗ്രഹം അഥവാ ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ഇവ പൂവിടുന്നതിലൂടെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, തടസ്സങ്ങൾ ഇല്ലാതാവുക, ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. അതിനാൽ ഇവയെ കണ്ടുകൊണ്ട് ഇറങ്ങുകയാണ് എങ്കിൽ എന്ത് കാര്യത്തിനായാണോ നിങ്ങൾ ഇറങ്ങുന്നത് ആ കാര്യം നിങ്ങൾക്ക് അനുകൂലമാവുകയോ നിങ്ങൾക്ക് അനുകൂലമായി നടക്കുകയോ ചെയ്യാം. മറ്റൊന്ന് നെല്ലിയാണ്. നെല്ലിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം മഹാവിഷ്ണു ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ സസ്യം എന്ന പ്രത്യേകത നെല്ലിക്കുണ്ട്. വളരുന്നത് പോലും മഹാഭാഗ്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ജീവിതത്തിൽ ലക്ഷ്മി നാരായണ പ്രീതി നിറയുന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കാം.
പ്രത്യേകിച്ചും വടക്ക് ദിശയിൽ ഇവ വളരുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കാം. ഇവ പറിച്ച് ഒരിക്കലും നിങ്ങൾ കളയരുത്. മാറ്റി നടാവുന്നതാണ്, അതിൽ തെറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ സൗഭാഗ്യങ്ങൾ, ലക്ഷ്മി നാരായണ കടാക്ഷം അല്പം നഷ്ടപ്പെടുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ ഈ തെറ്റ് ചെയ്യരുത്. മറ്റൊന്ന് തെച്ചിയാകുന്നു. പല വീടുകളിലും ഉണ്ടാകാവുന്നതായ ഒരു സസ്യമാണ് തെച്ചി. ദേവി പ്രീതികരമാണ് ഈ സസ്യം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഇല്ലാത്തതിനാൽ തടസ്സങ്ങൾ വന്ന് ചേരാവുന്നതാണ്. എന്നാൽ ജീവിതത്തിൽ നന്മയുടെ നാളുകൾ, മഹാഭാഗ്യം വന്ന് ചേരുന്നതിൻ്റെ സൂചനയാണ് തെച്ചി ധാരാളമായി പിടിക്കുന്നതും ധാരാളമായി പൂക്കുന്നതും. ഇപ്രകാരം സംഭവിക്കുന്നത് ദേവീ കടാക്ഷത്താൽ കൂടിയാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പിച്ചകം അഥവാ മുല്ല. ചില വീടുകളിൽ എത്ര തന്നെ നട്ടു വളർത്തിയാലും മുല്ല പിടിച്ചു എന്ന് വരുന്നതല്ല. എന്നാൽ ചില വീടുകളിൽ ഇവ പെട്ടെന്ന് തന്നെ പിടിക്കുകയും ധാരാളമായി വളരുകയും ചെയ്യുന്നതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി, ലക്ഷ്മി നാരായണ പ്രീതി നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്നു എന്ന് ഇതിലൂടെ സൂചിപ്പിക്കുന്നതുമാണ്. അതിനാൽ തന്നെ ഇവ പറിച്ച് നടുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. ഒരിക്കലും പറിച്ച് കളയരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ കാര്യത്തിനും വളരെയധികം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് മുക്കുറ്റിയാകുന്നു. മുക്കുറ്റിയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. ദശപുഷ്പങ്ങളിൽ ഒന്ന്. ഗണേശപ്രീതിയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ ഇവ ധാരാളമായി നിങ്ങളുടെ വീടുകളിൽ വളരുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. കന്നിമൂലയിൽ ഇവ വളരുന്നു എങ്കിൽ ആ വീടുകളിൽ സാമ്പത്തിക ഉയർച്ച വന്നു ചേരാൻ പോകുന്നു, അഥവാ സാമ്പത്തികപരമായ ഉയർച്ചയെ സൂചിപ്പിക്കുന്നു എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ഇവ ഒരിക്കലും മൊത്തമായി നിങ്ങൾ പറിച്ചു കളയുവാൻ പാടുള്ളതല്ല. ഒരു കടയെങ്കിലും വീടുകളിൽ ബാക്കി വയ്ക്കണം എന്നാണ് പറയുക. കാരണം അത്രമേൽ ഈശ്വരാധീനമുള്ള വീടുകളിൽ മാത്രമാണ് ഇവ വളരൂ. അതിനാൽ മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. മറ്റൊന്ന് തുമ്പയാണ്. തുമ്പയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. ദൈവാനുഗ്രഹമുള്ള വീടുകളിൽ മാത്രം വളരുന്നതായ സസ്യം എന്ന പ്രത്യേകത തുമ്പയ്ക്കുണ്ട്. ഇവ മറ്റു വീടുകളിൽ ചില സമയങ്ങളിൽ വളരുന്നതല്ല, അഥവാ മറ്റു വീടുകളിൽ എത്രമേൽ ശ്രമിച്ചാലും വളരണം എന്നില്ല. എന്നാൽ നിങ്ങളുടെ വീടുകളിൽ ഇവ ധാരാളമായി പിടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ തുമ്പ ഉണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ദൗർഭാഗ്യം നീങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ ഈ ലക്ഷണം അഥവാ ഈ ചെടി നിങ്ങളുടെ വീടുകളിൽ വളരുന്നുണ്ട് എങ്കിൽ മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. എന്നാൽ ഇവ ഒരിക്കലും പറിച്ചു കളയുന്നത് അത്ര ശുഭകരമല്ല.